അയാളുടെ പറഞ്ഞാൽ രാജാവിന് കൊട്ടാരം ഉണ്ടാക്കാൻ ബാക്കിയുള്ളവർ മുഴുവൻ കുടിലിൽ കഴിയണമായിരുന്നു. ആ യുക്തിക്കകത്തായിരുന്നു ഈ അനുസരണയുടെ യുക്തികൾ മുഴുവൻ നിൽക്കുന്നത്. സഹകരണം എന്ന് പറയുന്നത് അനുസരണയല്ല. തീർച്ചയായിട്ടും അല്ല. തീർച്ചയായിട്ടും ഇതാണ് വ്യത്യാസം. രാജാവുമായി നമ്മൾ സഹകരിക്കുന്നില്ല, നമ്മൾ കീഴടങ്ങുകയും ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കീഴടങ്ങണം, ഉപയോഗിക്കപ്പെടണം എന്നൊന്നും അതുകൊണ്ടാണ് സഹകരണമാണ് നമ്മൾ തേടുന്നത്. അത് ആധുനിക സമൂഹത്തിനകത്ത് ഏറ്റവും വലിയ. അതുകൊണ്ടാണല്ലോ നമ്മൾ രാജാവിനെ മാറ്റിയിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് പ്രതിനിധിയാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രതിനിധിയാണ് ആവേണ്ടത്. ആ പ്രതിനിധി അത് അവരവിടെ പോയി രാജാവിനെ പോലെ പെരുമാറുന്നതാണ്. എന്നുവെച്ചാൽ അത് ശീലം കൊണ്ടാണ്. രാജാവിനെയാണ് ഇവരെല്ലാവരും കണ്ടിട്ടുള്ളത്, നമ്മളും രാജാവിനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് ഭരിക്കാനാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നതെന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. സേവനത്തിനാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് കാണാതെ പോകുന്നുണ്ടാ. ഇത് അംഗീകരിക്കുമ്പോഴും ഒരു നല്ല രാജാക്കന്മാരും ഉണ്ടല്ലോ. ഇല്ല, രാജാവായിരിക്കുക എന്ന് പറയുന്നതാണ് തെറ്റ്. നല്ല രാജാവും ചീത്ത രാജാവും ഇല്ല.